ലാൻസാക്കിട്ട് കഥ சொல்லும்போது அவரோட ரியாக்ஷன் கதை சொல்லும். See, லால் சார் கிட்ட நீங்க எக்ஸைட்மெண்ட் ஆனாலும் சரி, கோபமானாலும் சரி, வேற எந்த ரியாக்ஷனும் வெரி காமா பார்த்துன்னு இருப்பார். எதிராக இருக்கிறவனுக்கு பயம், இப்போ பிடிச்சதா இல்லையான்ட்டு. யூனோ இஸ் வெரி வெரி காம். அண்ட் the biggest compliment in my life I got, okay, my father's my biggest critic. அவர் சில வாட்டி நல்லா இருக்கு அது இதுன்னு சொல்லுவார். See, லால் சார் முன்னால் நடிக்கிறது நான் I think it's one of the greatest opportunities in my life. அவர் முன்னால் நின்று நான் பெர்ஃபார்ம் பண்ணுறதுன்னா ஒரு கிரிக்கெட் பிளேயர் சச்சின் டெண்டுல்கருக்கு bowling பண்ணுறதோ இல்லைன்னா அவர் முன்னால் நின்று நான் ஸ்ட்ரைக்கர் எண்டில் இருக்கிறதோ அந்த மாதிரி இது ஒன் ஆஃப் த கிரேட்டஸ்ட் லெஜெண்ட் அவர். For me as an actor, he's one of the greatest legend in my field. And for me to stand in front of him and perform, and ஒரு சீனுக்கு அப்புறம் he, you know, during one of the scene ஒரு performance அவர் நடந்து வந்து கிட்ட you did a good job and சொல்லிட்டு போனார். I think that's the biggest award in my life. I think I don't think I got any awards in my life or any praises in my life. But this is something I'll cherish till the end of my life. Also, in the place where we were shooting his scene, it was also just like 0 degree or 1 or 2 degree and the wind and the clouds. So you can see the kind of cloth he's wearing. In this kind of, and it was very difficult place to shoot. So sometimes we do not have even chair. We can't drink because we were shooting so far away from our tent and every place. We were just standing, chilling. No complaint, nothing at all. I will again repeat that we all should imitate him as a human being. He is a legendary actor. He is one of the best actors in the world, not only in Indian cinema, but he is a legendary actor all over the world. But as a human being, I have so much respect for him that I wish we can imitate him. സ്റ്റീഫൻ സാർ, ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ഒരു ഇൻട്രോ മ്യൂസിക് ഉണ്ടാവും, ഇൻട്രോ ബീജിയം ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവർ ഫസ്റ്റ് അവരെ സ്ക്രീനിൽ കാണുമ്പോൾ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു പൾസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും അതിന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഒരു വേറെ പ്രേക്ഷകർ കുറെ നാൾ ഓർത്തിരിക്കുന്ന ഒരു ടൈപ്പാണോ? ഓരോ നടന്മാർക്കും പ്രത്യേക രീതിയിലാണ് ഓരോ മ്യൂസിക് സൗണ്ടും ഇൻസ്ട്രുമെന്റും ചെയ്തിരിക്കുന്നത്. ലാലേട്ടന് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വിഷ്ണുവിനെ ആദ്യം പറഞ്ഞു നമുക്ക് കുറച്ച് ചെണ്ട വേണമല്ലോ, യു ഓൺലി ഇൻട്രൊഡ്യൂസ് ക്യാരക്ടർ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ ഇന്നത്തെ ക്യാരക്ടറുകൾ എടുക്കുകയാണെങ്കിലും വരുമ്പോഴൊരു മലയാളിത്തം വേണം. അങ്ങനെ ഞാനൊരു 60 ചെണ്ട റെക്കോർഡ് ചെയ്തു സ്റ്റുഡിയോയിൽ. ചെയ്തിട്ട് ഞാൻ ആ ബീറ്റ് വെച്ചിട്ട് ഞാനൊരു ട്യൂണുമായി ചെയ്തിട്ട് അയച്ചു കൊടുത്തു. ആൾക്ക് പറഞ്ഞാൽ ചെണ്ട ഭയങ്കര ഇഷ്ടമായി, നീ കുറച്ചുകൂടി ട്യൂണിന്ന് റെഡിയാക്കുക. അങ്ങനെ ലാലേട്ടന് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ നമ്മുടെ പക്ക ചെണ്ടമേളമായിട്ടൊരു സാധനം തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പാട്ട് ഉണ്ട് അതിൽ, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബേസ്ഡ് ആണ്. പക്ഷെ നമ്മുടെ പക്ക നാടൻ ചെണ്ട വെച്ചിട്ടാണ് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കണ്ണപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതെനിക്ക് പറയാണ്ടിരിക്കുന്നത് യുവർ മ്യൂസിക്. അപ്പോ എനിക്ക് മനസ്സിലായത് കാരണം കണ്ണപ്പ എന്ന് പറഞ്ഞ തിന്നടു എന്ന് പറഞ്ഞൊരു കാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഈ ഒരു കാടന്റെ മ്യൂസിക് വേണം, പക്ഷെ അത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം, മോഡേൺ സൗണ്ട് വേണം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന കുമ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ആണ്. കുഴൽ കേട്ടിട്ടില്ലെന്നല്ല, കുഴൽ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഒരു 10 വായിച്ചിട്ടാണ് അവർ മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ക്യാരക്ടർ അനുയോജ്യമായ ഇപ്പൊ പ്രഭാസിന്റെയൊക്കെ നിങ്ങൾ കേൾക്കും പറയാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. കാരണം പ്രഭാസ് എന്ന് പറയുന്ന ഒരു ലോകോത്തര നടനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകളുടെ മ്യൂസിക്കൊക്കെ മാരകമാണ്. അപ്പോ ഒരു കമ്പാരിസൺ എനിക്ക് വരരുത്, ഏറ്റക്കുറച്ചിൽ വരരുത് എന്നുള്ള രീതിയിൽ എന്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ചെയ്യുമ്പോൾ എന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണു അണച്ചാലും മോഹൻ ബാബു സാറ് സജസ്റ്റ് ചെയ്യും. എനിക്ക് ഡയറക്ടർ മുകേഷ് സാറിന്റെ കൂടെ
അദ്ദേഹത്തിന് സിനിമയെ കുറിച്ചിട്ടുള്ള പൂർണ്ണ ആശയമുണ്ട്. ഏത് ക്യാരക്ടർക്ക് എന്ത് റോളും, ഈവൻ ടോണുകൾ പോലും അദ്ദേഹം എനിക്ക് പറഞ്ഞുതരും. സോ ഐ വോണ്ട് ടു സിൻസിയർലി താങ്ക്സ് മുകേഷ് സർ ഫോർ ഗിവിംഗ് മീ, ഇൻസ്പയറിംഗ് മീ, ആൻഡ് വിഷ്ണു ഓൾവേസ് ഇൻസ്പയർ മീ ആൻഡ് ഗിവ് മീ ചാലഞ്ചസ്. ബിഗ് ടൈം ചാലഞ്ചസ് തരാറുണ്ട്. ഇന്നും ചാലഞ്ച് കിടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓ മ്യൂസിക് എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. உண்மை சொல்ல மாட்டாரு, பாதி போய் சொல்லியிருக்காரு. எல்லாருக்கும் நல்ல மியூசிக் கொடுத்தாரு. லாலேட்டனை கொடுத்த மியூசிக் வேறு யாருக்குமே கொடுக்கல. அதுக்கப்புறம் நான் வந்து எல்லாம் ரீடூ பண்ண வச்சேன். நோ யூனோ. ஸோ ஈவன் நான் பிரபாஸ்க்கு இன்ட்ரோ பண்ணும்போது கூட மியூசிக் பண்ணும்போது think of it like Laleta 20-30 years back. Okay, he's a younger version, so think of him like that and do it. So அப்படி சொல்லி அவர் எல்லாத்துக்கும் நான் லாலேட்டா மாதிரி பண்ண முடியல. பட் தட் வாஸ் த பெஸ்ட் மியூசிக் he gave first. எதுன்னு எல்லாத்தோட ஃபர்ஸ்ட் கொடுத்தது கூட அந்த மியூசிக் தான். So he's just lying, don't believe him. The first best music he gave initially was for only Laleta, and then he had to, we had to pressurize